പട്ടികയിലാണോ വരുന്നത്? ഞാനത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ്. വെറ്റിക്കോട്ട് വിട്ടിട്ട് വെട്ടും കാണിച്ചിട്ട് മുൻഭാരം കൊണ്ട് കുനിഞ്ഞു പോയിട്ട് ഞങ്ങൾ മുസ്ലിമാണ്. മുഴുവൻ മുസ്ലിങ്ങളുടെയും കൊട്ടേഷൻ ഞാനങ്ങ് എടുത്തേക്കുവാണ്. ഇനിയും ഒരാൾ ഈ കേരളക്കരയിൽ ഇരുന്ന് ഇസ്ലാമിനെ വിമർശിക്കില്ല. വിമർശിച്ച ഒന്നുമില്ല, ചുമ്മാ പറയണതിന് കുഴപ്പമൊന്നുമില്ല. പഞ്ച് ഡയലോഗ്. അതെ ജിക്കു, നമ്മുടെ ശബ്ദം ഇവര് ഭയക്കുന്നു. നമ്മുടെ വിമർശനം ഇവർക്ക് ഇളക്കം സംഭവിപ്പിക്കുന്നു. കാരണം ഓരോ മുസ്ലിം പുരോഹിതന്മാരുടെ വീടുകളിലും ഓരോരോ എക്സ് മുസ്ലിങ്ങൾ, ഇസ്ലാം മത വിമർശകർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം മത വിമർശകർ ഓരോ മുസ്ലിം കുടുംബങ്ങളിലും ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇവരുടെ ഈറ്റില്ലങ്ങളിൽ ഇളക്കം തട്ടുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് നമ്മുടെ ഏത് പോസ്റ്റുകളോ വീഡിയോകളോ ഏതെടുത്ത് നോക്കിയാലും, എന്റേതെന്നല്ല ആരുടേതായിരുന്നാലും നിങ്ങളൊന്ന് എടുത്തു നോക്ക്, അതിനകത്ത് വരുന്ന ബാഡ് കമന്റുകൾ, തെറി വർത്തമാനങ്ങളെല്ലാം മുസ്ലിം നാമധാരികളായിരിക്കും. അല്ലേ? മുസ്ലിം നാമധാരികളായിരിക്കും. കാരണം അവർക്ക് ഈ തെറിയൊന്നും ഒരു വിഷയമേ അല്ല. അവര് തെറി കണ്ടും കേട്ടും വിളിച്ചും പരിശീലിച്ചവരാണ്. അവർക്കതൊരു പ്രശ്നമേ അല്ല. ഇനിയിപ്പൊ തള്ള കേട്ടാലും തന്ത കേട്ടാലും മക്കള് കേട്ടാലും ഭർത്താവ് കേട്ടാലും ഭാര്യ കേട്ടാലും അവർക്ക് പ്രശ്നമേ അല്ല. അതുകൊണ്ടാണ് നല്ലൊരു ശതമാനം കമന്റ്സുകളും 99.9% ആളുകളും ഈ ബാഡ് കമന്റ്സുമായിട്ട് തെറി വർത്തമാനങ്ങൾ സെക്സുമായിട്ട് വരുന്നതെല്ലാം മുസ്ലിം നാമധാരികളായിരിക്കും. ഇത് നോമ്പ് കാലമാണ്, നോമ്പാണ്. ഒരു തെറ്റ് ചെയ്താൽ 70,000 ശിക്ഷ, ഒരു നന്മ ചെയ്താൽ 70,000 കൂലി. ഇവരുടെ ജീവിതത്തിലുണ്ടോ? അത് ഉണ്ടോ? അത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറയാൻ മറന്നേ, ഓർമ്മിപ്പിച്ചതിന് നന്ദി പ്രസാദേ. മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ മുഹമ്മദ് നബി പറഞ്ഞത്, ഇനിയും നബി മരിച്ചു കഴിഞ്ഞാൽ നബിയുടെ ഭാര്യമാരെ ഒരാളും വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെ 47 വയസ്സുവരെ, 47 വർഷം ഭർത്താവുമില്ല, മക്കളുമില്ല, മാതാപിതാക്കളുമില്ല, സഹോദരങ്ങളുമില്ല, ഭർത്താവിൻ്റെ ആൾക്കാരുമില്ല, സ്വന്തം കുടുംബക്കാരുമില്ല, നരകിച്ച് ജീവിക്കേണ്ടി വന്നു. പ്രവാചക പത്നിയായ ആയിഷയ്ക്ക് 6ാമത്തെ വയസ്സിലാണ് ആയിഷ ഭാര്യയാകുന്നത് മുഹമ്മദിന്റെ. പോരെ? ശരി, നോക്കൂ സോഷ്യൽ മീഡിയ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിന്റെ തുടക്കത്തിൽ കണ്ട പരസ്യം വന്നപ്പോഴാണ് ഒരു മ്യൂസിക് വന്നത് കേട്ടോ. എന്തിന്റെ പരസ്യമാണെന്ന് അറിയാമോ? റിമ്മിയുടെ പരസ്യമാണ്. അപ്പൊ ഇവർക്കെല്ലാം പറ്റും, മറ്റുള്ളവരൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല. അയ്യോ ജാമിദ ഭയങ്കര ഹറാമായിട്ട്, ഇവരൊക്കെ ഭയങ്കര പ്യൂർ ഹലാലാ. ഞാൻ ചോദിക്കട്ടെ, എത്ര മുസ്ലിം കുടുംബങ്ങളിൽ സ്വർണം പണയം വയ്ക്കാത്തവരുണ്ട്? പലിശ, അയൽക്കൂട്ടങ്ങളിൽ നിന്ന്, അതുപോലെയുള്ള സംവിധാനങ്ങളിൽ നിന്ന്, പ്രൈവറ്റ് ഫിനാൻസുകളിൽ നിന്ന് പണം എടുക്കാത്ത, ലോണുകൾ എടുക്കാത്ത എത്ര കുടുംബങ്ങളുണ്ട്? ഒന്ന് പറഞ്ഞതാ, അറിയാൻ വേണ്ടിട്ടാ പറഞ്ഞതാ. EMI-യിൽ സാധനങ്ങൾ ലോണിനെടുക്കാത്ത എത്ര കുടുംബങ്ങളുണ്ട്? പറ. ബിസിനസ് നടത്തുന്ന ആളുകളിൽ കൊള്ള ലാഭമെടുക്കാത്ത, കള്ളവും കപടവും പറഞ്ഞു മായം കലർത്തി വിൽക്കാത്ത, ചീത്തയായ സാധനം പോലും അതിന്റെ മുഹബത്ത് പറഞ്ഞു വിൽക്കാത്ത എത്ര പേരുണ്ട്? എല്ലാ ഹറാമും ഹലാലും ഒക്കെ പണഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ ആദ്യം സ്വന്തം ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയോ, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ ഉണ്ടാക്കാൻ വന്നാ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
മ്യൂസിക് ഇവർക്ക് പറ്റും കേട്ടോ. നമുക്കേ ഉള്ളൂ മ്യൂസിക് ഹറാമായിരിക്കുന്നത്. ഇവർക്ക് പാട്ട്, മ്യൂസിക്, ഇവരുടെ കാളരാഗത്തിലുള്ള നീട്ടലും കുറുക്കലും ഇതൊക്കെ ഇവർക്ക് പറ്റും. പക്ഷേ പുറത്തുള്ളവർക്ക് അത് ഹറാമാണ്. സെഷനിലാണ് നാം ഓരോരുത്തരുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ 11 മണിക്കുള്ള ഈ ഒരു സെഗ്മെന്റിൽ നാം ചർച്ച ചെയ്യുന്നത് പൊതുവായിട്ടുള്ള വിഷയങ്ങളാണ്. ഇന്ന് ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ എൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്നെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞേക്കാം. പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കി എടുക്കുന്നില്ല. കാരണം ദീനിയായ വിഷയങ്ങൾ സധൈര്യം നമുക്ക് അറിയാവുന്നത് പോലെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഈ ഒരു ചാനലിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് പറയുകയും ഇന്നലെ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റ്, ആ കമന്റിനുള്ള മറുപടിയാണ് ഇന്ന് ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. കമന്റിലെ ചോദ്യം എങ്ങനെയായിരുന്നു? ഉസ്താദേ, ഇന്ന് ഒരുപാട് സ്ത്രീകൾ, പെൺകുട്ടികൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോകൾ ചെയ്തും വ്ളോഗുകൾ ചെയ്തും ഒക്കെ അവരുടെ ശരീരങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണോ? ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു മുസ്ലിം സ്ത്രീക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതായിരുന്നു അതിന്റെ ഉള്ളത്. ഇപ്പോ ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന മുസ്ലിമായ മുഅ്മിനായ ഒരു മനുഷ്യനിക്കറിയാം എന്താണ് ഇസ്ലാം സ്ത്രീയെ പറ്റി പറയുന്നത്. അൽ മർഅതു ഔറ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് സ്ത്രീ മുഴുവൻ ഔറത്താണ്. സ്ത്രീ മുഴുവൻ ഔറത്താണ് എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയകളിൽ ഇടപെടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും ഒരു ഫേസ്ബുക്ക് ഐഡി തുടങ്ങാൻ സാധിക്കും. ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റഗ്രാം ഐഡി തുടങ്ങാൻ സാധിക്കും. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും ഒരു യൂട്യൂബ് അക്കൗണ്ട്, യൂട്യൂബ് ചാനലും നിർമ്മിക്കാൻ സാധിക്കും. എങ്ങനെ എന്നുള്ളിടത്താണ് വിഷയം. തീർച്ചയായിട്ടും അവളുടെ ഫേസ്ബുക്ക് ഐഡിയിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐഡിയിലൂടെ അവൾക്കറിയുന്ന വിഷയങ്ങൾ എഴുതിയിട്ട് ബ്ലോഗായിട്ട് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് ഇൻസ്റ്റഗ്രാമിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബിലൂടെയും ഒക്കെ സാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പ്രമുഖമായിട്ടുള്ള 3 പ്ലാറ്റ്ഫോമുകളാണ് ഇത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ 3 വിഷയങ്ങൾ മാത്രം പറയുന്നത്. അല്ലാതെ ഒരു പെണ്ണിന് ഒരിക്കലും ഒരു ഇൻസ്റ്റഗ്രാം ഐഡി പാടില്ല, ഒരു ഫേസ്ബുക്ക് ഐഡി പാടില്ല, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ പാടില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ഹലാലായ രൂപത്തിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. അതിന് പരിശുദ്ധ ദീൻ ഒരിക്കലും തടസ്സം പറയുന്നില്ല. പക്ഷെ തടസ്സം പറയുന്നത് എന്താണ്? അവളുടെ ശരി അതിന് ദീന് പഠിപ്പിക്കുന്ന കാലത്തില്, അതായത് പ്രവാചകനാണല്ലോ ജിബ്രീലിന്റെ ദൈവിക വെളിപാട് അനുസരിച്ചിട്ട് പറയേണ്ടത്. അന്ന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? യൂട്യൂബ് ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? വാട്സാപ്പ് ഉണ്ടോ? ഫേസ്ബുക്ക് ഉണ്ടോ? പിന്നെ ഇങ്ങനെ ഇത് ഉപയോഗിക്കരുത് എന്ന് നബി പറയും. നോ ഐഡിയ. ശരി, എന്തെങ്കിലും ആവട്ടെ. കാണിച്ചുകൊണ്ട് അവളുടെ സൗന്ദര്യം അന്യരെ കാണിച്ചുകൊണ്ട് ആ രൂപത്തിൽ അവൾ ഫേസ്ബുക്ക് ഐഡി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടപെടുമ്പോൾ അത് തെറ്റാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. ആ രൂപത്തിൽ ഒരു സ്ത്രീ അവൾ ഇൻസ്റ്റഗ്രാമിൽ ഐഡി തുടങ്ങുകയാണ് എങ്കിൽ അത് നമുക്ക് ഹറാമാണ് എന്ന് പറയേണ്ടി വരും. ആ രൂപത്തിൽ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഐഡി ഇല്ലാത്ത, യൂട്യൂബിൽ ചാനൽ ഇല്ലാത്ത, ഫേസ്ബുക്ക് ഐഡിയിലൂടെ പേജുകളിലൂടെ ഫോട്ടോസ് ഷെയർ ചെയ്യാത്ത എത്ര മുസ്ലിം സ്ത്രീകൾ ഉണ്ടാകും? എത്ര മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടാകും? ഈ മലപ്പുറത്തുനിന്ന് ചാരിറ്റി ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പലപ്പോഴും. അവരുടെ ഫോട്ടോ, അവരിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിടാറുണ്ട്. മൊഞ്ചത്തി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ അവര് ചാരിറ്റി ചെയ്യാനൊക്കെ വന്നിട്ട് ഒരുപാട് വിവാദങ്ങളിലൊക്കെ നിൽക്കുന്ന ആളാണ്. അവരെ വിളിക്കുന്ന തെറി, അതും ഇവന്മാരുടെ മുമ്പിലാണല്ലോ. ഈ മുൻഭാഗവും കൂർപ്പിച്ചിട്ടൊക്കെ പോയി നിൽക്കുന്നത്. അവന്മാര് വിടുവോ വെറുതെ? തെറി പറഞ്ഞ് കണ്ണ് പൊട്ടിക്കുവാണ്. ഇവർക്കൊരു ലൈസൻസ് ഇല്ല. ആരെയും എന്തും പറഞ്ഞു കളയും. ഒരു സ്ത്രീ അവൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് എങ്കിൽ അത് നമുക്ക് ഹറാമാണ് എന്ന് പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് എത്രയോ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ സഹോദരിമാരാണ്, പെങ്ങന്മാരാണ് ഇൻസ്റ്റഗ്രാമിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും അവരുടെ ശരീരത്തിന്റെ അഴകുകൾ കാണിച്ചുകൊണ്ട്, അവരുടെ ശരീരങ്ങളെ കാണിച്ചുകൊണ്ട് ബ്ലോഗുകളും അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോകളും മറ്റുള്ള ഫോട്ടോകളും ഷെയർ ചെയ്യുകയും കാണിക്കുകയും ചെയ്യുന്നത്. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ തന്നെ പരിശുദ്ധ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചക്ക് ഹറാമാക്കിയ ഒരു കാര്യമാണെന്ന് ഏതൊരു മുഅ്മിനാണ് പറഞ്ഞു കൊടുക്കേണ്ടി? അല്ല, എപ്പോ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഹറാമാണെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബിയും പഠിച്ചോനും പറഞ്ഞെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മനസ്സിലാവുന്നില്ല.
ആർക്കാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടി വരിക? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ആ ചോദിച്ച സഹോദരിയോടും, അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ എന്റെ അടുത്ത് സംശയം ചോദിച്ചിട്ടുണ്ട് ഇത്തരുണത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകളെ സംബന്ധിച്ചു. അവരോടൊക്കെ തന്നെയും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആശയങ്ങൾക്ക് നിങ്ങൾക്ക് ജീവൻ കൊടുക്കാം. അതെങ്ങനെ? എഴുത്തിലൂടെ, ബ്ലോഗിലൂടെ നിങ്ങൾക്ക് ജീവൻ കൊടുക്കാം. പക്ഷേ നിങ്ങളുടെ ശരീരം മറ്റുള്ള അന്യപുരുഷൻ പെണ്ണിനെ എഴുത്ത് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പെണ്ണുങ്ങള് ചാനൽ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് എഴുതി ഒരു ഐഡിയയും കിട്ടുന്നത്? ഇവര് പറയുന്നതെല്ലാം പരസ്പര വിരുദ്ധമാണല്ലോ. ലാ തക്തുബൂഹുന്നൽ കിതാബത്ത എന്നല്ലേ പറഞ്ഞത്? അവരെ എഴുത്ത് പഠിപ്പിക്കരുത് എന്നല്ലേ പറഞ്ഞത്? ഐഡിയ കാണുന്ന രൂപത്തിൽ ബ്ലോഗുകളായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയകളിലെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് ഇസ്ലാമികപരമായിട്ട് യാതൊരുവിധ അനുവാദവും അതിനില്ല എന്നുള്ളത്. അത് ഉസ്താദേ, പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാൽ, പെണ്ണിന്റെ ഒരു തലമുടി കണ്ടാൽ ഉടനെ ഇളക്കം തട്ടുന്ന ലൈംഗികതകളുമായി, അത്തരം വൈകൃതമായിട്ടുള്ള ചിന്താഗതിയുമായി നടക്കുന്ന നിങ്ങളുടെ മനോരോഗമാണ് ചികിത്സിക്കേണ്ടത്. പെണ്ണെങ്ങനെ നടന്നാലും ശരി, അവൾക്കറിയാം അവളെ സൂക്ഷിക്കാൻ. പക്ഷേ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്തതിനിപ്പോ എന്തോ ചെയ്യാനാ?